പെട്ടെന്നാട്ടെ. പത്മാവതി, 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 വേഗം പോ. പത്മാവതി, പത്മാവതി. കാട്ടുന്നത് കണ്ടിട്ട് മനസ്സിലായില്ലേ? കഞ്ഞി വെക്കുന്നു. അതിന് പുറത്തെന്താ അടുപ്പ് കൂട്ടുന്നെന്നാ ചോദിച്ചത്. അകത്തൊരടുപ്പില്ലേ, അതിലല്ലേ ഇത്രയും കാലം മോൾക്കുള്ള കഞ്ഞി തിളപ്പിച്ചത്? ആ, തിളപ്പിച്ചത്രയൊക്കെ മതി. എന്റെ ഹോട്ടല് തീയിട്ടവരാ. ഇനി കഞ്ഞിയിലോ കറിയിലോ വിഷമിട്ട് തരില്ലെന്ന് ആര് കണ്ടു? മോളിപ്പോ തീ വെക്കുന്നത് അടുപ്പിലല്ല, ശാരദാമ്മയുടെ നെഞ്ചിലാണെന്ന് ഓർത്തോ. അകം വേകുന്നത് പുറം അറിയരുതെന്ന് പറയാറുണ്ട്. പരസ്പരം എത്ര ഭിന്നതയുണ്ടെങ്കിലും പുറത്തൊരടുപ്പ് കൂട്ടുന്നത് ഈ ഹോട്ടലിൽ വരുന്ന നാട്ടുകാരെ കാണാൻ കൂടിയല്ലേ. എന്റെ ഹോട്ടലിൽ കത്തിയപ്പോ നാട്ടുകാരുടെ കണ്ണെന്താ മാവിന്റെ മുകളിലായിരുന്നോ? ഇതിനേക്കാളും വലിയ തീയാ അന്ന് ഉയർന്ന് കത്തിയത്. അത് കണ്ടവര് ഇതും കൂടെ ഒന്ന് കാണട്ടെ. ഹോട്ടലിൽ കത്തിച്ചത് ശാരദാമ്മയ്ക്ക് മനസ്സറിവുണ്ടെന്നാണോ മോള് പറയുന്നത്? അമ്മയ്ക്കും ശാലിനിക്കും മനസ്സറിവുണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ഞാൻ പോലീസിൽ കേസ് കൊടുത്തത്. സത്യഭാമയുടെ സ്വാധീനത്തെ പോലീസ് വെറുതെ വിട്ടെന്ന് കരുതി നിരപരാധികളാവുമോ? അല്ല, അവരല്ല കത്തിച്ചെന്ന് പറയണേ ഈ സത്യഭാമ ഇവിടെ ഉണ്ടായിരുന്നോ? എല്ലാം മുകളിലിരുന്ന് ദൈവം കാണുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. അതെ മോളെ, ദൈവം കാണുന്നുണ്ട്. ആ കാര്യം മോൾക്കൂടെ ഓർമ്മ വേണം. മോൾ ഇവിടെ കുടുംബശ്രീക്കടുത്തൊരു ഹോട്ടൽ തുടങ്ങിയപ്പോ ശാരദാമ്മയുടെ മനസ്സൊന്നും നൊന്തുന്നുള്ളത് ശരിയാ. പക്ഷേ കുഞ്ഞിന്റെ കച്ചവടം പച്ച പിടിക്കാനേ ശാരദാമ്മ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. ഹൃദയശ്രീയിൽ ആള് കുറവായിരുന്നപ്പോ കുടുംബശ്രീയിൽ നിന്ന് ആളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതറിയോ? എന്തിനാ അധികം പറയുന്നത്? മോളെ സഹായിക്കാൻ എന്നെ അവിടേക്ക് ജോലിക്ക് പറഞ്ഞു വിട്ടതും ശാരദാമ്മയാ. ഇത് കേട്ടിട്ട് ഞാൻ ഞെട്ടുമെന്നാണോ നിങ്ങൾ കരുതിയേ? അന്നേരം അത് മനസ്സിലായില്ലെങ്കിലും പിന്നീട് ആലോചിച്ചപ്പം എനിക്ക് തോന്നി നിങ്ങളെ അവിടെ ജോലിക്ക് വിട്ടതും അമ്മ തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചാലല്ലേ ഒക്കൂ ഹോട്ടലിൽ കത്തിച്ചു കഴിഞ്ഞ് അവർക്ക് നിരപരാധി ചമഞ്ഞ് കൈ കഴുകി മാറി നിൽക്കാൻ ഒക്കൂ. എന്നാ മോൾ ഇതും കൂടി കേട്ടോ. മോളുടെ ഹോട്ടലിൽ കത്തിക്കാൻ വന്നത് പാഷാണം വധുവിന്റെ ചൂളയിലെ ഗാങ്ങാ. ബാലചന്ദ്രനാ അവരെ ഏർപ്പാടാക്കിയതെന്നും തീവെപ്പിനിടെ മധുവിന് തീപ്പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയെന്നും പറഞ്ഞ് അവന്റെ ചേച്ചി ഉഷ ഇവിടെ വന്നിരുന്നു. മോളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാനാ ബാലചന്ദ്രൻ ഉഷയോട് പറഞ്ഞത്. അവരെ കാശ് കൊടുത്ത് സമാധാനിപ്പിച്ചു വിട്ടതും ശാരദാമ്മ തന്നെയാ. സിസ്റ്റർ,
ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. വിവരങ്ങൾ ഡോക്ടർ പറയും. കുഴപ്പമൊന്നും ഡോക്ടർ പറയും. ഡോക്ടർ 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 എന്തെങ്കിലും ഒന്ന് പറയുക. ആ പേഷ്യന്റ് സത്യാമ്മയുടെ ആരാണെന്ന് പറഞ്ഞത്? എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാ. ഐ ആം സോറി സത്യാമ്മേ. പത്മാവതി അമ്മയെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർ ഡോക്ടർ എന്താ പറഞ്ഞത്? രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നോ? അതിനർത്ഥം പത്മാവതി മരിച്ചോ? ഡോക്ടർ അതിന് തക്ക പരിക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പരിക്കുകൾ പുറമേ മാത്രമല്ല സത്യാമ്മേ, ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു. തലയിടിച്ചല്ലേ റോഡിൽ വീണത്. ഹെവി ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു ബ്രെയിനിൽ. അതിനു പുറമെ ഓപ്പറേഷനിൽ പ്രഷർ ലെവൽ കൂടി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഡോക്ടർ അവരുടെ മകന് അവര് മാത്രമേ ഉള്ളൂ. അവനിപ്പോ വരും. അവനോട് ഞാൻ എന്ത് സമാധാനം പറയും? ഇറ്റ്സ് ഫെയർ സത്യാമ്മേ. ഈ കണ്ടീഷനിൽ ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഒരവസാന ശ്രമം എന്ന നിലയിലാണ് ഓപ്പറേഷൻ നടത്തിയത്. ബന്ധപ്പെട്ടവരെയൊക്കെ വിവരം അറിയിച്ചോളൂ. സത്യാമ്മ എനിക്കൊരു വാക്ക് തരാവോ? എന്താ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ച അവനെ, എന്റെ രോഗത്തിനെ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിക്കൊള്ളാവുന്ന വാക്ക് പത്മാവതി. സത്യമേ, സത്യമ്മ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഞാൻ ഈ ഹോസ്പിറ്റലിൽ മുഴുവൻ നോക്കിയായിരുന്നു. അല്ല, അമ്മ എവിടെ? കാഷ്വാലിറ്റിയിലും വാർഡിലും ഒക്കെ ഞാൻ നോക്കി. സത്യാമ്മയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. സത്യാമ്മയുടെ കാർ തട്ടേന്റെ സങ്കടമൊന്നും വേണ്ട. കുറ്റം സത്യാമ്മയുടെ ഡ്രൈവറുടെ ആകില്ല, അമ്മയുടെ ഭാഗത്തെ കുഴപ്പം തന്നെയാവും. അതെനിക്ക് ഉറപ്പാ. റോഡിലൂടെ നടക്കുമ്പോ ഒരു ശ്രദ്ധയില്ലെന്നേ. ഇടയ്ക്കിടയ്ക്ക് ഉരുണ്ടു വീഴ്ചയൊക്കെ പതിവാ. ഇപ്പോ ഞാൻ തന്നെ എത്ര തവണ കൊണ്ടുവന്നിരിക്കുന്നു ആശുപത്രിയില്. അമ്മ എന്താ കൊച്ചുകുട്ടിയാ, ഇതുവരെ നടക്കാൻ പഠിച്ചില്ലെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കും. അതെടാ, ഞാൻ കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞ് ഒരു ചിരിയുണ്ട്. അത് കാണുമ്പോ എനിക്ക് ദേഷ്യം വരും. സൂക്ഷിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും കൈയും കാലും ഒക്കെ ഒടിഞ്ഞു കിടന്ന് എന്നെ മെനക്കെടുത്തരുതെന്ന് പറയുമ്പോ, നിന്നെ ഒന്നും മെനക്കെടുത്താൻ ഞാൻ നിൽക്കുകയല്ല, നീ പോലും അറിയാതെ ആയിരിക്കും ഞാനങ്ങ് പോകുന്നതെന്നും പറഞ്ഞ് ചിരിക്കും. അത് കാണുമ്പോ ദേഷ്യമാണോ സങ്കടമാണോ വരുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇങ്ങനെ ഇണക്കവും പിണക്കവും ഒക്കെ ആണെങ്കിലും ഞങ്ങൾ നല്ല കമ്പനി കേട്ടോ. അത് അമ്മയും മകനുമായിട്ടല്ല, നല്ല ഫ്രണ്ട്സായിട്ടാണ് കഴിഞ്ഞു പോകുന്നത്. അല്ല, പിന്നെ ഞാനിതൊക്കെ എന്താണ് ഇപ്പൊ സത്യാമ്മയോട് പറയുന്നത്? അല്ല, അമ്മ എവിടെ? ആരോ മരിച്ചല്ലോ. മരിച്ചവരുടെ കാര്യമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാണ് കഷ്ടം. ആർക്കെങ്കിലുമൊക്കെ അച്ഛനും അമ്മയൊക്കെ ഇല്ലാതാവുമല്ലേ ഓരോ മരണത്തിലൂടെയും. ആംബുലൻസ് പറഞ്ഞിട്ടുണ്ടോ? അമ്മ എവിടെ സത്യമ്മേ?
അമ്മേ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മേ അമ്മേ എഴുന്നേറ്റ് വാ അമ്മേ. അമ്മേ അമ്മേ എന്റെ കൂടെ വാ അമ്മേ. അമ്മേ വാ അമ്മേ. അമ്മേ ഇയാളെന്തേ കാണിക്കുന്നത്? എന്റെ അമ്മയായി കിടക്കുന്നത്. അമ്മേ അമ്മേ അമ്മ ഇവിടെ എന്തിനാ ഇങ്ങനെ കിടക്കുന്നത്? അമ്മ ആരെങ്കിലും ഒന്ന് നോക്ക്, എന്താ പറ്റിയത്? അമ്മേ അമ്മക്ക് എന്താ പറ്റിയത്? സത്യമേ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അമ്മേ സത്യമേ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അമ്മേ പോയി മോനെ. എന്റെ അമ്മ പോയെന്നോ? എങ്ങോട്ട് പോവാൻ? അങ്ങനെ പോവാനൊന്നും പറ്റില്ല. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങോട്ട് പോകാനാ എന്റെ അമ്മ? അമ്മേ 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 എഴുന്നേറ്റ് ഒന്ന് പറയമ്മേ. ഈ മോനെ വിട്ട് എങ്ങും പോവില്ലെന്ന് പറയമ്മേ. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവില്ലെന്ന് പറഞ്ഞല്ലേ അമ്മ. എന്നിട്ടിപ്പോ അമ്മ എഴുന്നേറ്റ് വാമ്മേ, പറയമ്മേ. പറയാൻ അമ്മ രോഹിത്, സത്യമേ എന്നെ പറ്റിച്ചിട്ട് പോയി കളഞ്ഞു. എന്നോട് പറയാതെ പോയി കളഞ്ഞു. എനിക്കിനി ആരമ്മ ഈ ഭൂമിയിലുള്ളത്? എന്നെ ഒറ്റയ്ക്കാക്കി കളഞ്ഞില്ലേ? എന്തിനമ്മ എന്നോട് ഇങ്ങനെ ചെയ്തത്? അമ്മേ മോനെ മോനെ കരയാതെ. സത്യമേ എന്റെ അമ്മ. ദേ, അങ്ങനെ ആരുമില്ലാതാവുന്നില്ല നിനക്ക്. നോക്ക്, അത് ഞാൻ നിന്റെ അമ്മയ്ക്ക് കൊടുത്തു വാക്കാം. പിന്നെ രണ്ടാമതൊരു വാക്കുകൂടിയുണ്ട്. പക്ഷെ അവളെ ആ സുസ്മിതനെ വെറുതെ വിട്ട് കളയരുത് സത്യാമ്മേ. അവള് ചെയ്തതിനൊക്കെ തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണേ സത്യാമ്മേ. അതും പാലിച്ചിരിക്കും. എങ്കിലേ പത്മാവതിയുടെ ആത്മാവിന് ആത്മശാന്തി ലഭിക്കും. കാര്യങ്ങൾ ഇത്രയും സീരിയസ് ആയ വിവരം ഞാൻ അറിഞ്ഞില്ല ശാരദാമ്മേ. വേറെ അടുപ്പ് കൂട്ടുക എന്നൊക്കെ വെച്ചാൽ ഞാൻ അവളെ കുറ്റം പറയില്ല സാറേ. എല്ലാരും കൂടി അവളെ ഒറ്റപ്പെടുത്തിയതായി അവൾക്ക് തോന്നിക്കാണും. ശാരികയുടെ കാര്യം വിട്. പ്രായവും പക്വതയൊക്കെ ഉള്ള ആളല്ലേ ശാരദാമ്മ. ശാരദാമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണോ? പ്രായവും പക്വതയും വെച്ചെടുത്ത തീരുമാനം തന്നെയാ കുറുപ്പ് സാറേ. ഞാൻ ആലോചിച്ചിട്ട് ഇതല്ലാതെ ഒരു വഴിയും കാണുന്നില്ല.
നമ്മള് എല്ലാം പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നതല്ലേ അവക്ക് ദേഷ്യം. നമ്മളെല്ലാം വിട്ടുകൊടുത്ത പ്രശ്നം തീർന്നല്ലോ. പക്ഷേ ശാരദാമ്മേ, കുടുംബശ്രീ എന്ന് പറഞ്ഞ 19 വർഷമായിട്ട് നാട്ടുകാരുടെ മനസ്സിൽ പതിഞ്ഞ പേരാണ്. അതിനൊരു പാരമ്പര്യവും നേരും നെറിയും ഒക്കെ ഉണ്ട്. നാളെ ശാരദ മരിച്ചുപോയ എന്ത് ചെയ്യും സാറേ? അപ്പോഴും ഹോട്ടൽ ആരെങ്കിലും നടത്തണ്ടേ? ഇനി നടത്തിയില്ലാന്നുണ്ടെങ്കിൽ കുടുംബശ്രീ ഇല്ലാതാവില്ലേ? നാട്ടുകാരുടെ ഓർമ്മയിൽ അതങ്ങ് മാഞ്ഞു പോവും. എല്ലാത്തിനും ഒരു വിധിയുണ്ട്. ശാരദാമ്മേ, ഓരോ സ്ഥാപനത്തിനും അത് നടത്തുന്നവരുടെ സ്വഭാവം വന്നു ചേരുമെന്ന എനിക്ക് തോന്നുന്നത്. ശാരികയ്ക്ക് എന്താ സാറേ ഒരു കുഴപ്പം? ശാരദയേക്കാൾ കേമി അവള്, എന്നേക്കാൾ നല്ലൊരു കച്ചവടക്കാരി. ലാഭം പെരുപ്പിക്കാനൊന്നും ഞാനൊരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇന്നത്തേക്ക് ഒരു അല്ലലുണ്ടാക്കലേ ദേവി എന്ന് മാത്രമേ എല്ലാ പ്രഭാതത്തിലും പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഒന്നും പിടിച്ചടക്കണമെന്നോ കൈവശം വെക്കണമെന്നോ ആശിച്ചിട്ടില്ല. നാളേക്കും കൂടി കരുതലുള്ളവളാ ശാരിക. അവൾ എന്നെക്കാൾ സമ്പാദിക്കും. ശാരിക ഹോട്ടല് നടത്തി നഷ്ടത്തിലാവുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് കുടുംബശ്രീയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റാളുകളെ കുറിച്ചാണ്. 2 ജോലിക്കാരുണ്ട്. അതില് ശാന്ത ശാരിയോടൊപ്പം നിൽക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അവളുടെ തീരുമാനം. രാജിക്ക് നിൽക്കാതെ പറ്റില്ല. അവളുടെ അമ്മയുടെ ചികിത്സയും കുടുംബ ചെലവും ഒക്കെ നോക്കണ്ടേ? പിന്നെ ശങ്കരേട്ടനെ പോലെയുള്ള ചില പാവങ്ങള്, അവരുടെ കാര്യത്തിലും ശാരിയോട് സംസാരിച്ച ഒരു ധാരണയിലെത്താന്നാ ഞാൻ കരുതുന്നത്. അപ്പോ ശാരദാമ്മ തീരുമാനം എടുത്ത് കഴിഞ്ഞു. ഇതല്ലാതെ വേറെ വഴിയില്ല സാറേ. കുടുംബശ്രീ ഹോട്ടല് കെട്ടാൻ ആദ്യത്തെ ഓലമറ ഇറക്കുമ്പോ മുതൽ കൂടെ ഉണ്ടായിരുന്ന ആളാ കുറുപ്പ് സാറ്. സാറിനോട് ഇതൊന്നും പറയണമെന്ന് തോന്നി. ഹോട്ടല് ശാരികയ്ക്ക് കൊടുത്താൽ ശാരദാമ്മ പിന്നെ എങ്ങനെ ജീവിക്കും? നിങ്ങളുടെ വീട്ടു ചെലവും ശ്യാമയുടെ പഠിപ്പും ഒക്കെ നടക്കണ്ടേ? ശാരികയുടെ അടുത്തുനിന്ന് 10ന്റെ പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുമില്ല സാറേ. പിന്നെ ജീവിക്കാനുള്ള മാർഗം അതിപ്പം കുടുംബശ്രീ മാത്രമല്ലല്ലോ. ലോകം ഇങ്ങനെ പരന്നു കിടക്കല്ലേ. ഞാൻ പോട്ടെ കുറുപ്പ് സാറേ. എന്തൊക്കെയാ നടക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്താടി നീങ്ങി വന്നേ? എടി പൊടി എന്നുള്ള വിളിയൊക്കെ ഒന്ന് നിയന്ത്രിച്ചോ. ഇപ്പൊ എനിക്കിത്തിരി ക്ഷീണമാണെന്ന് വെച്ച് കാറ്റെപ്പോഴും ഒരുപോലെ തന്നെ വീശണമെന്നില്ല. സുസ്മിത എന്ന് പറയുന്നത് എപ്പോഴും സുസ്മിത തന്നെയാ. അപ്പോഴും വേലക്കാരി വേലക്കാരി തന്നെയാ. ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചത്? അല്ല, അത് പിന്നെ നിന്നോട് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാന്ന് കരുതി. എനിക്കെന്ത് വിശേഷം ഉണ്ടാവാനാ? കല്യാണം കഴിഞ്ഞ് നിനക്കല്ലേ വിശേഷം ഉണ്ടാവണ്ടേ? എന്നോട് സഹകരിച്ച് നിന്നോ നീ, അതുകൊണ്ട് നിനക്ക് ഗുണമേ ഉണ്ടാവൂ. എന്ത് ഗുണം? കാശ് വേണോ നിനക്ക്? കിട്ടുമോ? ആ കിട്ടും, നീ വിചാരിക്കുന്നേക്കാ കൂടുതൽ.
നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ എനിക്കൊന്ന് ചോർത്തി തന്നാൽ മാത്രം മതി. ഞാനിപ്പോ എന്താ ചോർത്തേണ്ടത്? ആ, ഇവിടുത്തെ പുതിയ വിശേഷങ്ങൾ എന്താണെന്ന് പറ. നിന്റെ അമ്മായിമ്മ മരിച്ചു വിവരം അറിഞ്ഞോ? വഴി വണ്ടി കയറി എത്ര പട്ടികൾ ചാവുന്നു. നീ വേറെ വല്ല വിശേഷം ഉണ്ടെങ്കിൽ പറ.